അവർ ചെയ്യുന്ന ത്യാഗം, അവരുടെ യാത്ര, അവരുടെ പഠനം, അവരുടെ ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകള്, ഭക്ഷണത്തിലെ ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം അവർ ചെയ്യുന്നത് ഇൽമു പഠിക്കാനാണെങ്കിൽ, ത്യാഗം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ, അറിവ് അള്ളാഹുവിന് ഇഷ്ടമാണ്, വായിക്കണേ, ഓതണേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മതമാണ് ഇസ്ലാം. ഹബീബിന്റെ ഖുർആൻ അല്ലേ, അതുകൊണ്ട് പഠനത്തിന്റെ വഴിയിൽ വരുന്ന ഏത് ത്യാഗവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ത്യാഗമാണ്. ഫളലല്ലാഹു അൽ-മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാഹു വലിയ കാരുണ്യവും പ്രതിഫലവും അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകും. ഇവിടെ സഹചാരിക്ക് പ്രവർത്തകര്, അതല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, പാലിയേറ്റീവ് ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് നിസ്സാരമല്ല. നമ്മുടെ നാടുകളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരും അല്ലാത്തവരുമായ രോഗികൾ, ഡോക്ടർമാർക്കിന് മരുന്ന് കൊടുക്കാനില്ല, വേദന സംഹാരിന് ഒന്നും നൽകാനില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, വെറുതെ ഒരു രോഗിക്ക് വേണ്ടി ഒരു കട്ടിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് കാര്യം, വേറെ ആർക്കെങ്കിലും വന്ന് ചികിത്സിച്ചുകൂടെ, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വേദനക്ക് പോലും കാര്യമായൊരു സംഹാരിയും ഏൽക്കാതെ വേദനക്ക് ശമനം വരാതിരിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്‌ലിസിലെ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വിയർത്തൊലിച്ചു നിൽക്കുന്ന ഈ പാതിരാ സമയം ആമീൻ പറയുന്ന ആമീൻ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ വേദന സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ആ രോഗികളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന, ആ രോഗികളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് എടുക്കാൻ, ചികിത്സ മരുന്ന് കൊടുക്കാനൊക്കെ സഹായിക്കുന്ന എത്രയോ ആളുകൾ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും, ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ, ഈ എല്ലാ മഹത്വവും രോഗികളെ സംരക്ഷിക്കുന്നവർക്ക്, അവരെ ശുശ്രൂഷിക്കുന്നവർക്കും നീ നൽകണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറയുന്നു, മക്ക വിജയം നടന്നപ്പോ, ഇസ്ലാം ലോകത്ത് വിജയിച്ചപ്പോ, മക്ക നഗരം ഒരിക്കലും ഇസ്ലാമിന്റെ കയ്യിലേക്ക് വരുമെന്ന് മക്കക്കാർ നനച്ചില്ല എന്ന് മാത്രമല്ല, ജൂതന്മാർ മക്കക്കാരോട് പറയുമായിരുന്നു, മക്കക്കാരെ, ഈ പുതിയ പ്രവാചകൻ ഒരു സത്യപ്രവാചകനാണോ അല്ലയോ എന്നറിയാൻ ഒരൊറ്റ വഴിയുണ്ട്. മക്കയെങ്ങാനും ആ പ്രവാചകൻ കീഴടക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കണം, ഇത് സത്യപ്രവാചകനാണ്. മക്കയിലേക്ക് ഒരു തിരിച്ചുവരവ് ഈ പ്രവാചകന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യണ്ട, ഇത് കള്ളപ്രവാചകനായിരിക്കും. സംഭവിച്ചത് എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ വിജയവും മക്ക വിജയവും നടന്നു. മക്ക വിജയിച്ച് നബിതങ്ങൾ വിജയശ്രീലാളിതരായി കഅബാലയത്തിന്റെ താക്കോൽ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് തുറക്കുകയും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന കറുത്ത വർഗ്ഗക്കാരനായിരുന്ന അടിമയായ ബിലാൽ എന്നവരോട് കഅബാലയത്തിന്റെ മുകളിൽ കയറി വാങ്ങ് കൊടുക്കാൻ പറയുകയും ചെയ്ത ആ ദിവസം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. മക്ക വിജയം നടന്നതിന്റെ ശേഷം ഇസ്ലാമിന് വേണ്ടി സംഭാവന കൊടുത്തവരും, മക്ക വിജയം നടക്കുന്നതിന്റെ മുമ്പ് ദീനിന് സ്വതക്ക കൊടുത്തവരും ഒരുപോലെയല്ല. പറയാം, ഒരു സ്ഥാപനം, ഒരു പ്രസ്ഥാനം, ഒരു മസ്ജിദ്, ഒരു മദ്രസ, അതിന്റെ തുടക്കം മുതൽ അതിനു വേണ്ടി പണിയെടുത്തവരും, ഇതെല്ലാം ആയിത്തീർന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് വേണ്ടത് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു വരുന്നവരും ഒരുപോലെയല്ല. ഒരു വിഷയത്തിന്റെ തുടക്കം ത്യാഗപൂർണമായൊരു നേരമാണ്. ഹബീബായ നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒളിച്ചോടേണ്ട ഘട്ടം വരെ എത്തിയ ഹിജ്റ നടക്കുന്ന സമയം,
അത് കഴിഞ്ഞ് മദീനയിലെത്തിയതിനു ശേഷം ഹബീബിനെ ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് ഹബീബിനെ ബുദ്ധിമുട്ടാക്കി ബദറും ഉഹുദും ഖന്ദഖും ഹുനൈനും ഈ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ യാ ഉസ്മാൻ അൻഫിഖ് യുൻഫഖ് അലൈക്, ഉസ്മാനെ നിങ്ങൾ ചെലവഴിക്കണേ എന്ന് പറയുമ്പോ കയ്യിൽ നിന്ന് കിട്ടിയ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം ദീനിന് വേണ്ടി വാരിക്കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു, കയ്യിൽ കിട്ടിയ വരുമാനത്തിന്റെ എല്ലാം ഹബീബിന്റെ കൈകളിൽ വെച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു, ഇതുപോലെയുള്ള സ്വഹാബിമാർ ചെയ്ത ത്യാഗങ്ങൾ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, ത്വൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു ഉബാദ, ഔസിന്റെയും ഖസ്റജിന്റെയും നേതാക്കന്മാർ, അവര് വാരിക്കോരി കൊടുത്ത് ഹബീബായ നബി തങ്ങൾക്ക് ഉമ്മത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നപ്പോ അവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം ചെയ്യാൻ ഹബീബിന്റെ കൈപിടിച്ച് നബിയേ അങ്ങേക്ക് വേണ്ടത് ഞങ്ങൾ തരും എന്ന് ജന്മനാട് വിട്ട് നബി തങ്ങൾ മദീനയിൽ താമസിക്കുമ്പോ ഹബീബിന്റെ കൂടെ നിന്നവരെ പോലെയാണോ ജന്മനാട് ഹബീബായ നബി കീഴടക്കുകയും മക്ക ഹബീബിന്റെ കരങ്ങളിൽ വരികയും ചെയ്തതിന് ശേഷം ഇനി ഇസ്ലാം വിജയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ മുമ്പുള്ള അവസ്ഥ പോലെയല്ല മക്ക വിജയം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും മക്ക വിജയവും നടന്നു കഴിഞ്ഞാൽ വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ദീനിലേക്ക് ആളുകൾ പിന്നെ വരുന്നത് കൂട്ടം കൂട്ടമായിട്ടായിരിക്കും. അതുവരെ ഒന്നോ രണ്ടോ ആളുകൾ വന്ന് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ മക്ക വിജയത്തിന്റെ ശേഷം ചിത്രം മാറി മറിയുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ഹബീബിന്റെ മുമ്പ് നബിയെ ഞങ്ങൾ ഇന്ന ഗോത്രക്കാരാണ് നബിയെ, ഞങ്ങൾക്ക് മുഴുവൻ ഇസ്ലാം സ്വീകരിക്കണമെന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് കലിമ ചൊല്ലിത്തരാൻ പറയുന്ന അവസരങ്ങൾ ഉണ്ടായി മക്ക വിജയത്തിന് ശേഷം. അതുകൊണ്ട് നബിയുടെ ശുദ്ധ ഖുർആൻ പറയുന്നു, മക്ക വിജയത്തിന്റെ മുമ്പ് ചെയ്തതും മക്ക വിജയത്തിന്റെ ശേഷം ചെയ്യുന്നതും ഒരുപോലെയല്ല. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا. അതുകൊണ്ടൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ദീനിന്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല ദീനിന്റെ പ്രതിസന്ധി നീങ്ങിക്കഴിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത്. പ്രതിസന്ധിയോടൊപ്പം നന്മ ചെയ്ത ആളുകൾ ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു, അവർ ഒരുപാട് സ്ഥാനമുള്ളവരാണ്. മുഹാജിറുകളും അൻസ്വാരികളും വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരുടെ കൂടെ നിന്ന് ഹബീബിനെ സഹായിച്ചവരും മക്ക വിജയത്തിന്റെ ശേഷം ഓടി വന്നവരും ഒരുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഏറ്റവും നന്മയുടെ വശത്ത് നിൽക്കലാണ്. ഒരു കാര്യം നടക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെന്ന് വേണ്ടത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നതും അത് പൂർത്തിയായി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നതും ഒരുപോലെയല്ല. രണ്ടിനും കൂലിയുണ്ട്, പക്ഷെ ആദ്യത്തേതിന് പ്രതിഫലം കൂടുതലാണ്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. നിബിധങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ യാചിക്കരുത്, നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നടക്കരുത്, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പിരിവെടുക്കരുത്, നിങ്ങളുടെ സ്വന്തം കാര്യം പറഞ്ഞൊരിക്കലും നിങ്ങൾ ജനങ്ങളോട് കൈനീട്ടരുത്. അങ്ങനെ ഒരു ദുരവസ്ഥ വന്നാലൊഴികെ, അത്തരമൊരു ദുരവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ അവിടെ അത് ജായിസാകും. എന്നാൽ അല്ലാതെ നിസ്സാര വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യരുത്, ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടരുത്. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ, മേലെ നിൽക്കുന്ന കൈയാണ് താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ അർത്ഥം? കൊടുക്കുന്ന കൈയാണ് വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ. അൽ യദുൽ ഉൽയാ, മേലെ നിൽക്കുന്ന കൈയാണ് ഖൈർ മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന കൈയിനേക്കാളും ഖൈർ. മേലെ നിൽക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്നതാണ് ഖൈർ. അത് കിട്ടുന്നതോ വാങ്ങിക്കുന്നതോ അല്ല, ദാനം ചെയ്യുന്നതാണ്. അതിനുള്ള തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹ്.
ഹറമിൽ ഈ റമദാനിൽ ഹറമിലുണ്ടായിരുന്നു പറഞ്ഞ ആഷിമിക്കൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുട്ടികൾ കാര്യം കണ്ടിട്ട് പറയായിരുന്നു, അവിടെ ഒരാൾ ഇന്ന ഈത്തപ്പഴം അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് കിട്ടി. ഞാൻ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് കിട്ടിയോ ഇല്ലേ എന്നതിനപ്പുറം ആ വിതരണം ചെയ്ത ആളെപ്പോലെ നമുക്ക് ആവാൻ പറ്റിയില്ലല്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹറമിൽ നോമ്പെടുത്തൊരു മനുഷ്യന് ഇഫ്താർ കൊടുക്കുന്ന കൂലി എത്ര, അല്ലാതെ തന്നെ നോമ്പ് ഉറപ്പിച്ച അത്രയാ പ്രതിഫലം. ആ നോമ്പുകാരൻ്റെ കൂലി മുഴുവൻ നമുക്ക് കിട്ടുന്നില്ലേ? നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ കൊടുത്തത് എനിക്ക് കിട്ടിയില്ലല്ലോ തിക്കും തിരക്കാനല്ല പോവേണ്ടത്, എനിക്ക് അവരെ പോലെ കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ പടച്ചോനെ. നമ്മൾ കൊടുക്കുന്നവരായി മാറണം. അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. ഏതൊരു കാര്യം വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി അവിടെ തിരക്കും അല്ലേ, ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ തിരക്കും. വെറുതെ കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരക്കാണ്. ബദരീങ്ങളാണ്ടിൻ്റെ ചോറ് കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറയല്, അതിന് നമ്മൾ ഇന്നെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാരെങ്കിലും പരാതി പറയലുണ്ടോ? ഉണ്ടോ? ഉദഹ്യത്തിൻ്റെ ഇറച്ചിപ്പൊതി കിട്ടിയപ്പോൾ എനിക്ക് കുറേ എല്ലാം കിട്ടിയത്, എനിക്ക് ഇറച്ചി കുറവായിരുന്നു അല്ലേ, എന്നാൽ ഒരു ഉദഹ്യത്ത് എൻ്റെ വക ഞാൻ കൊടുത്തു, എനിക്ക് കൊടുക്കാൻ പറ്റണേ, എന്നെ കൊണ്ടായില്ലല്ലോ, ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറയേണ്ടത് അതല്ലേ, എനിക്ക് കൊടുക്കാം. അൽ യദുൽ ഉല്യ, കൊടുക്കുന്ന കൈയാണ്, ദാനം ചെയ്യുന്ന കൈയാണ്, ഖൈറും മിനൽ യദിസ് സുഫ്ലാ, താഴെ നിൽക്കുന്ന വാങ്ങിക്കുന്ന കൈയിനേക്കാളും ഖൈർ കൊടുക്കുന്ന കൈയാണ്. അതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്നതല്ല മേന്മ. വീട്ടുകാർക്ക് വേണ്ടി ജോലിയെടുത്ത് ശമ്പളം വാങ്ങിച്ച് അധ്വാനിച്ച് കച്ചവടം ചെയ്ത് വീട്ടിലെ ചെലവ് കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു മനുഷ്യന്റെ മേന്മ. അതാണ് ഖൈർ.